ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്റ്റൻഷൻ ആഡിംഗ് ആണ്. അതായത് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ടീച്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പാർട്ടിസിപ്പൻസ് നമ്മളുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു അവസരം വരും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ മൊബൈലിലാണെങ്കിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു, ആസ്ക് ടു ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടക്ട് ചെയ്യുന്ന ആരാണോ അവർക്കൊരു മെസ്സേജ് വരും. അവർ അഡ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അവർ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി ചില സമയത്ത് നമുക്കിത് വളരെയധികം ഡിസ്റ്റർബൻസ് ആവാറുണ്ട്. ഓക്കെ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ സിസ്റ്റത്തിനകത്തുനിന്ന് നമ്മുടെ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഗൂഗിൾ മീറ്റ് എടുത്തിട്ട് നമ്മൾ അഡ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. എന്നാൽ ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സൗകര്യമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണ്, ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യാം chrome.google.com, ഒരു സ്ലാഷ് ഇട്ടിട്ട് നമുക്ക് വെബ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, chrome.google.com ദെൻ വെബ് സ്റ്റോർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ വെബ് സ്റ്റോറിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇവിടെ സൈഡിൽ നമുക്ക് സെർച്ച് ദി സ്റ്റോർ എന്ന് കാണാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അതവിടെ വന്നിട്ടുണ്ട്, ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 എക്സ്റ്റൻഷൻ കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് ഓഫേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അത് ആരാണോ ആ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് അവരുടെ പേര് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വീണ്ടും ഇത് ഓട്ടോ അഡ്മിറ്റ് ഓഫേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് harakan@google.com കാണാം. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് ഓഫേർഡ് ബൈ laslo.terrai എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ മൂന്നാമത്തെ ഒരു ഓട്ടോ അഡ്മിറ്റ് എക്സ്റ്റൻഷനാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഐക്കൺ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഗ്രീൻ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ആരോ മാർക്കും പിന്നെ ഒരു ഗ്രേ കളറിൽ ഒരു റൗണ്ടും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആഡ് ടു ക്രോം എന്ന് പറയുന്നത് കാണാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം ഇവിടെ റിമൂവ് ഫ്രം ക്രോം എന്ന് കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു എക്സ്റ്റൻഷൻ, ഈ ഒരു മീറ്റ് ഓട്ടോ അഡ്മിറ്റ് പ്രോഗ്രാം നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ മുകളിൽ മെസ്സേജും കാണാം, മീറ്റ് ഓട്ടോ അഡ്മിറ്റ് ഹാസ് ബീൻ ആഡഡ് ടു ക്രോം എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാം. ഇവിടെ അടുത്തൊരു ടാബ് എടുക്കുക. ഓക്കെ, നമുക്ക് Ctrl+T അടിച്ചാൽ മതി. പുതിയൊരു ടാബ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇവിടെ ക്രോം എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ക്രോം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട്, ഓക്കെ, ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എക്സ്റ്റൻഷൻസ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ്റ്റൻഷൻസ്, chrome//extensions. ഓക്കെ, chrome://extensions. ഓക്കെ, ഞാൻ കോളൻ എഴുതാൻ വിട്ടുപോയി. ഓക്കെ, chrome://extensions. ഓക്കെ, അപ്പോൾ അതവിടെ നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്റ്റൻഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, അഡോബ് ആക്രോബാറ്റ്, ഗൂഗിൾ ഡോക്സ് ഓഫ്ലൈന്, ഇൻപുട്ട് ടൂൾസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസറിൽ എന്താണ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചേർക്കപ്പെട്ട കുറേ എക്സ്റ്റൻഷൻസ് നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ പറ്റും. അതിലിത് അവിടെ കണ്ടോ, മീറ്റ് ഓട്ടോ അഡ്മിറ്റ് 1.3 എന്ന് പറഞ്ഞിട്ട് ഓക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ റിമൂവ് ചെയ്യാം, വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്യാം, അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മുകളിൽ ഇവിടെ കണ്ടോ
ടോപ്പ് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. കണ്ടോ, എക്സ്റ്റൻഷൻസിൻ്റെ ഒരു ഐക്കൺ കാണാം. ഈ ഐക്കൺ ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇവിടെ മെനു എടുക്കുക. മെനുവിനകത്ത് മോർ ടൂൾസിനകത്ത് എക്സ്റ്റൻഷൻസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു. എക്സ്റ്റൻഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ടോ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗൂഗിൾ മീറ്റിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, ഏറ്റവും മുകളിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യാം, meet.google.com. ഞാൻ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ടൊരു മീറ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഗൂഗിൾ മീറ്റ് എടുത്തു. അതിനുശേഷം ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാം, മീറ്റിങ്ങിൻ്റെ കോഡ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മൈക്കൊക്കെ ഓണാണ്. ഓക്കെ, ഇവിടെ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ക്യാമറയൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അത് ഓഫായി കിടക്കുവാണ്. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് എക്സ്റ്റൻഷൻസിനകത്ത് കണ്ടോ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടോ ഏറ്റവും മുകളിൽ സ്വിച്ച് ഓൺ എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുന്നു, സ്വിച്ച് ഓൺ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി, ഓട്ടോ അഡ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സ്വിച്ച് ഓൺ ആയിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്കിവിടെ കാണുന്നില്ല അല്ലേ. ഓക്കെ, അത് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്റ്റൻഷൻ എടുത്തിട്ട് ഇവിടെ മീറ്റ് ഓട്ടോ ലോഗിൻ്റെ അവിടെ കണ്ട ഒരു പിന്നിൻ്റെ പിക്ചർ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇവിടെ കണ്ട ഗ്രീൻ ആരോ മാർക്കാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഒരു എക്സ്റ്റൻഷൻ ഫീച്ചർ എന്താണ്, എനേബിൾ ആണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓഫ് ആക്കാം. കണ്ടോ, ഇപ്പോൾ റെഡ് ആരോ മാർക്കായി. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ ആസ്ക് ടു ജോയിൻ വെച്ചിട്ട് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് തരുമ്പോൾ നമ്മളിവിടെ അഡ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അഡ്മിറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടാവണമെങ്കിൽ ഇവിടെ സ്വിച്ച് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാറുണ്ട്. ആസ് എ ടീച്ചർ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റുഡൻസുകൾ ഇങ്ങനെ ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവരൊക്കെ എന്താ പറയുക, അഡ്മിറ്റ് ഓട്ടോമാറ്റിക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫീച്ചർ ഗൂഗിൾ ക്രോമിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ബി ആൻ എക്സ്പേർട്ട് ടീം വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.